ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഫെബ്രുവരി 14 റിലീസാകാൻ പോകുന്ന ദാവീദ് എന്ന് പറയുന്ന നമ്മുടെ ആൻ്റണി പെപ്പയുടെ ഇടിപ്പടം, തിയേറ്ററിൽ ഇനി മുതൽ ഇടിപ്പൂരം എന്നറിയപ്പെടാൻ പോകുന്ന ഇടിപ്പടമായ ദാവീദ് ഇന്ന് റിലീസാവുകയാണ്. ഫെബ്രുവരി 14 റിലീസാവുകയാണ്. രാവിലെ 9:00 തോന്നുന്നു ആദ്യത്തെ ഷോ. അപ്പം ആ ഷോ മുതൽ തിയേറ്ററിനകത്ത് ഇടിയുടെ പ്രകമ്പനം തുടങ്ങുകയാണ്. നമ്മുടെ മാർക്കോയ്ക്ക് ശേഷം ഒരു ഇടിപ്പടം മലയാളത്തിൽ വരികയാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ദാവീദ് എന്ന് പറയുന്ന ആൻ്റണി പെപ്പയുടെ. ഗോവിന്ദ് വിഷ്ണു എന്ന് പറയുന്ന പുതിയ നവാഗതനായ ഒരു സിനിമ എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ സംവിധാനം ചെയ്യുന്ന, നമ്മളതിൻ്റെ ടീസറൊക്കെ കണ്ടതാണ്. അതിൻ്റെ ട്രെയിലർ കൂടി വന്നിട്ടില്ല. എന്നിട്ട് ടീസറിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഔട്ട് ആൻഡ് ഔട്ട് ബോക്സിംഗ് ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഫാമിലി ബോക്സിംഗ് ആക്ഷൻ മൂവി എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതൊരു സ്പോർട്സ് ഡ്രാമ എന്ന ഒരു ജേണർ കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈറ്റ്, അതായത് നമുക്ക് RDX ഒക്കെ കണ്ടതുപോലെ RDX കിട്ടിയതുപോലെ ഒരു ഇമോഷണൽ ഫീലിങ്സോട് കൂടിയുള്ള ഫൈറ്റ്, അങ്ങനെ ഒരു സിനിമയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു വൻ വിരുന്നായിരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞത് ഇതിനകത്ത് കൂടുതൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ബോക്സിംഗ് ഉണ്ട്, നാടൻ തള്ളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നാണ് പെപ്പെ അവകാശപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പെപ്പയുടെ ഇൻ്റർവ്യൂകളിലെല്ലാം കാണാൻ സാധിക്കും. പെപ്പെ ഇതിനു വേണ്ടി ട്രാൻസ്ഫോം ചെയ്തതൊക്കെ നമുക്കറിയാൻ സാധിക്കും. 96 കിലോ ഉണ്ടായിരുന്ന പുള്ളി 22 കിലോ കുറച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. പാക്ക് പോലും ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് പോലെ പുള്ളി 6 പാക്കായി മാറി ഈ സിനിമയ്ക്ക് വേണ്ടി. നമുക്ക് പല തമിഴിലും ഹിന്ദിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമീർ ഖാനൊക്കെ ദംഗലിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി. അതുപോലൊരു നടൻ മലയാളത്തിന് ഇവിടെ നിന്ന് ഇതിനു വേണ്ടി മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു നടൻ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടല്ല. നമ്മുടെ ആടുജീവിതത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആടുജീവിതത്തിൽ നമ്മുടെ പൃഥ്വിരാജ് ആടുജീവിതത്തിന് വേണ്ടി ട്രാൻസ്ഫോം ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിലും ഇതായിട്ട് കൂടുതൽ സമയം കുറച്ച് ചിലവാക്കി മാത്രം ബോഡി ഇത്രയും നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി, കാരണം ഇതൊരു ഇത്രയും പ്രാധാന്യമുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരിക്കലും പെപ്പെ ഇതിനു വേണ്ടി ഈ ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ നിൽക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പുള്ളി പറഞ്ഞത് 10 ദിവസം മൊത്തം ഉപ്പ് വെള്ളമാണ് ഈ സിനിമയ്ക്ക് ബോഡി 6 പാക്ക് ആക്കി എടുക്കാൻ വേണ്ടി പുള്ളി കുടിച്ചതെന്ന് പറയുന്നത്. പുള്ളി പട്ടിണി കിടന്നു, ഇഷ്ടമുള്ള ആഹാരങ്ങൾ മാറ്റി വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണ് ഇന്ന് ഫെബ്രുവരി 14 റിലീസാകാൻ പോകുന്നത്. അപ്പം ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നവർക്കും ചിലപ്പം കൂടുതൽ പേര് ബുക്ക് ചെയ്തതായിരിക്കും ടിക്കറ്റ് സിനിമയ്ക്ക് വേണ്ടി. അപ്പം ഈ സിനിമയ്ക്ക് നിങ്ങൾ കാത്തിരിക്കാനുള്ള കാരണം എന്താണ്? ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ആണോ അതോ ആക്ഷനാണോ? ഇത് പെപ്പെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ആണ് കൂടുതലും. പെപ്പയ്ക്ക് ആക്ഷനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നാണ് പെപ്പെ പറഞ്ഞത്. കാരണം ഇതിൻ്റെ സംവിധായകൻ പെപ്പയോട് ചോദിച്ചു ഇതിൻ്റെ ഏത് ഘടകമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ പെപ്പെ പറഞ്ഞത് ഇതിൻ്റെ ആക്ഷൻ ഘടകത്തിനേക്കാളും എനിക്ക് ഒരു പടി മുകളിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് എന്ന് വെച്ചാൽ മകളും അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മകൾക്ക് വേണ്ടി ഇടിക്കാൻ ഇറങ്ങുന്ന അച്ഛൻ, മകൾക്ക് വേണ്ടി ബോക്സിംഗ് റിങ്ങിലോട്ട് ചാടുന്ന അച്ഛനെ